ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡറിലുള്ള ഒരു പുസ്തകമാണ്. നമ്മളുടെ സമൂഹത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം സഞ്ചരിക്കുന്നതിന് ഉപരിയായി സഞ്ചരിക്കുന്ന, അതിനേക്കാൾ ഉയർന്ന തലത്തിൽ സഞ്ചരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഭരണഘടന. പക്ഷേ ഭരണഘടനയിൽ നമുക്കറിയാം 366 സ്വയം പരിഷ്കരിക്കാനായിട്ടുള്ള, സ്വയം മ്യൂട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയ്റ്റ് ഭരണഘടനയ്ക്കുണ്ട്. പരിഷ്കരിക്കപ്പെടുക എന്നുള്ളത് ഭരണഘടനയുടെ ഒരു സ്വഭാവമാണ്. കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയമല്ല, നമ്മൾ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പരിഷ്കരിക്കപ്പെടാത്ത ഒരു സാധനം. അതാണ് അംബേദ്കർ പറഞ്ഞത്, എല്ലാം ഇതിനകത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല, എല്ലാം ഇതിനകത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട കാര്യമില്ല. വരും ജനങ്ങളോട്, വരും തലമുറയോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. കാരണം അവർക്കും ചിന്തിക്കാൻ കഴിവുണ്ടാവുമല്ലോ. അപ്പോൾ അവരിനകത്ത് എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ എടുത്തു കളയണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവും ശേഷിയുമുള്ള ഒരു തലമുറയെ നമ്മൾ മുന്നിൽ കാണണം. നമ്മളല്ല എക്കാലത്തേക്കും നിയമങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത്, അത് ദൈവത്തിൻ്റെ പണിയാണ് എന്ന് അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പരിഷ്കരണം എന്ന് പറയുന്നത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഭരണഘടന.